24 hours മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. 24 hours കൊണ്ട് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നൊന്നും ആരും പറഞ്ഞില്ല. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഇറങ്ങിയിട്ടില്ല. അത് ഗോവിന്ദൻ മാഷ് പറഞ്ഞിരുന്നു 24 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നു. അത് ജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളൂ. ഈ KC-ക്ക് വേണ്ടിയും VD-ക്ക് വേണ്ടിയൊക്കെ ഫ്ലക്സുകളൊക്കെ വരുന്നുണ്ട്. KC പറഞ്ഞില്ല എന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന്, VD സതീശൻ പറഞ്ഞില്ല എന്നെ മുഖ്യമന്ത്രിയാക്കണം, മറ്റുള്ളവർ മാറ്റി നിർത്തണമെന്ന്, രമേശ് ചെന്നിത്തലയും പറഞ്ഞിട്ടില്ല എന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന്. കോൺഗ്രസിൽ ഒരുമിച്ച് അഭിപ്രായമെടുത്ത് അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡിക്ലെയർ ചെയ്യും. അത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ മനോഹരമായി സ്വീകരിക്കും. നല്ല ഭരണം കാഴ്ചവെക്കും. 103-ന്റെ ഉത്തരവാദിത്തം മനോഹരമായി ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നിർവഹിക്കും. വിജയിച്ചു വരാത്ത ആരെങ്കിലും മുഖ്യമന്ത്രിയാവോ? ഏതാ വിജയിച്ചു വരാത്ത ആരെങ്കിലും മുഖ്യമന്ത്രിയാവോ? ആ ചോദ്യത്തിന് ഇപ്പൊ പ്രസക്തിയില്ല എന്ന് പറഞ്ഞാൽ അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അഭിപ്രായം പറയേണ്ടത് ഞങ്ങളല്ല. 103 സീറ്റ് എന്ന വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് ജനങ്ങൾ UDF-ന് ഇപ്പോൾ അധികാരത്തിലെത്തിയത്. ഈ സമയത്ത് ഇങ്ങനെ ഒരു ലാഗ് ഉണ്ടാക്കുന്നത് ശരിയാണോ? ഇങ്ങനെ ഒരു ലാഗ് ഉണ്ടാക്കുന്നത് ശരിയാണോ? ലാഗ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. എലക്ഷൻ റിസൾട്ട് വന്നത് 4-ാം തീയതിയാണ്. ഇന്ന് 7-ാം തീയതിയാണ്. എവിടെയാ ലാഗ് ഉണ്ടായത്? ഞാൻ ഒരൊറ്റ കാര്യം കൂടെ പറയുന്നു. ഇന്ത്യ രാജ്യത്ത് രാജ്യത്തിന്റെ പ്രസിഡന്റിനെ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ഒക്കെ തീരുമാനിക്കാൻ നേതൃത്വം കൊടുത്ത മെയ്വഴക്കവും കരുത്തുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ജനാധിപത്യ പ്രോസസ്സാണ്. ഒരു ഹോളി ഡിവൈൻ പ്രോസസ്സാണിത്. ആ പ്രോസസ് മനോഹരമായി നടക്കുക.